ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ വർഷയല്ലേ? ഏത് വർഷ? ചന്ദ്രികയുടെ മകൾ വർഷയല്ലേ? ചന്ദ്രികയോ? ഇവിടെ തന്നെ കഴിഞ്ഞൂടെ നിനക്ക്? പോകരുത്. ദിയമോള് പറഞ്ഞ വന്ദന അനുസരിക്കും. മോൾക്കെന്താ ഇവിടെ കഴിയ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്, പക്ഷെ ആനന്ദയിലെ മുത്തശ്ശിയെ പേടിയാ. പേടിക്കണ്ട മോളെ, ഈ അങ്കിളും സുമലത മുത്തച്ഛയും കൂടി നിന്നെ പൊന്നുപോലെ നോക്കും. മുത്തച്ഛി നിന്നെ ഉപദ്രവിക്കാൻ വന്നാ നല്ല പട കൊടുക്കും. അതുപോലെ എന്നാ പിന്നെ നമുക്കിവിടെ കഴിയാൻ വന്ദനമേ. ആ അച്ഛന്റെ അമ്മയുടെയും ആത്മഹത്യ കൂടി കാണാൻ വയ്യ. ദേമോളുടെ ഇഷ്ടം എനിക്ക് പ്രധാനം. പിന്നെ അമ്മയുടെ മനസ്സും ഞാൻ അറിയുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടം തന്നെ നടക്കട്ടെ. വാ മോളെ. ഹലോ, ആ ഞാൻ തന്നെ വിളിച്ചിരുന്നു. അതെ, കോലോത്തേക്കൊരു വേലക്കാരിയെ വേണം. സാമാന്യം മര്യാദയും വൃത്തിയും ചേലും ഒക്കെ ഉള്ള ഒരാളായിരിക്കണം. ശമ്പളമൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെ പകല് സമയം മാത്രം മതി, രാത്രി അവർക്ക് വീട്ടിൽ പോവാം. പിന്നെ അറിയാലോ, പൂജയും മറ്റുമൊക്കെ ആയിട്ട് ചില ചിട്ടകളും അനുഷ്ഠാനങ്ങളൊക്കെ ഉള്ള കോവിലക. അതുകൊണ്ട് വൃത്തിയുടെ കാര്യം പരമപ്രധാനം. ആ, അപ്പൊ താനതൊന്നും നീ വർഷയല്ലേ? ഏത് വർഷ? ചന്ദ്രികയുടെ മകൾ വർഷയല്ലേ? ചന്ദ്രികയോ? അതാരാ? ഒളിച്ചുകളി എന്നോട് വേണ്ട. എടി, നീ മാധവന്റെ ചന്ദ്രികയുടെ മകള് വർഷയാണ്. അല്ല, സാറിന് ആള് തെറ്റിയതാ. എനിക്ക് അവരെ ആരെയും അറിയില്ല. ഞാൻ അമ്മോ. അമ്മോ? എന്തോ ചുറ്റിക്കളിയായിട്ട് ഇറങ്ങിയതാ. വർഷയായവള് എന്നോട് പേര് മാറ്റി പറയാൻ. ഇതിലെന്തോ കാര്യമുണ്ട്. എന്താ നോക്കുന്നത്? അല്ല, എന്റെ അകന്ന ബന്ധത്തിലൊരു കുട്ടിയുണ്ട്. അവളുടെ പേര് വർഷ എന്നാണേ. കുട്ടിയെ കണ്ടപ്പോ അവളെ പോലെ തന്നെ. അത് ശരി. ലോകത്ത് ഒരുപോലെ ഇരിക്കുന്ന 7 പേരുണ്ടെന്നാ പറയുന്നേ.
അങ്ങനെയുള്ള സമയമായിരിക്കും. ആയിരിക്കാം. ഞാൻ പേടിച്ചു പോയി. സാറിന് ഇനി വല്ല മാനസിക പ്രശ്നം ഉണ്ടെന്നായിരുന്നു എന്റെ സംശയം. എന്നാലും അയാള് കാണാതെ രക്ഷപ്പെടണമല്ലോ ദേവി. കാത്തോളനെ. സാർ പറയുന്നുണ്ടെന്നും തോന്നരുത്. ഞാൻ സാറിന്റെ ജീവൻ രക്ഷിച്ചതിന്റെ അവകാശമായി ചോദിക്കുമൊന്നുമല്ല. എന്താണ് കാര്യം എന്ന് വെച്ചാ പറവച്ചേ. ഞാൻ ആഹാരം കഴിച്ചിട്ട് 2 ദിവസമായി. എനിക്ക് നല്ല വിശപ്പുണ്ട്. എനിക്കെന്തെങ്കിലും ഭക്ഷണം വാങ്ങി തരുമോ? അതിനെന്താ, വാങ്ങിത്തരാം. അല്ല, സാർ ഫോണിൽ കൂടി വീട്ടുജോലിക്കാരുടെ കാര്യം പറയുന്നത് കേട്ടായിരുന്നു. എനിക്ക് നന്നായി വീട്ടുജോലികൾ ചെയ്യാൻ അറിയാം സാർ. ആ ജോലി എനിക്ക് തന്ന വലിയ ഉപകാരമായിരുന്നു. ഇവളെന്റെ ജീവൻ രക്ഷിച്ച ആളല്ലേ. ഇവള് വർഷ തന്നെയാണെന്ന് എനിക്കറിയാം. എന്നാല് വർഷ അല്ല എന്നറിയാത്ത രീതി തന്നെ പെരുമാറാം. സാറെന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. അല്ല, നീ ഇപ്പൊ അമ്മ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും എന്റെ ജീവൻ രക്ഷിച്ച കുട്ടിയല്ലേ. ആദ്യം നമുക്കേ എന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാം. എന്നിട്ട് വീട്ടുജോലിയുടെ കാര്യം ആലോചിക്കാം. അന്ന് വണ്ടി കയറി. അതുവരെ എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റില്ല സാർ. കൊച്ചൻ, നീ ആദ്യം വണ്ടി കയറ്. നമുക്ക് വഴിയുണ്ടാക്കാം. വണ്ടി കയറി. മോനെ അമ്മയ്ക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിന്നെ പോലീസുകാര് വിട്ടയച്ചോ? മാനത്തെ കൊട്ടാരം